ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പച്ചക്കുരുമുളകും കാന്താരിയും ഉണക്കനെല്ലിക്കയും അരച്ചിട്ടുള്ള മത്തി വറ്റിച്ചതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. അപ്പം പഴയകാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആ കാലത്ത് കഴിച്ചവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഞാൻ ഉണക്കനെല്ലിക്ക വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിയിട്ട് അമ്മിയിൽ അരച്ചെടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എല്ലാം അമ്മിയിൽ അരച്ചത്. ഇത് ഉണക്കനെല്ലിക്ക ഞാൻ ഉണ്ടാക്കി വെച്ചാണ്. എനിക്ക് കാട്ടിൽ നിന്ന് കുറച്ച് നെല്ലിക്ക കിട്ടിയിരുന്നു, കുറച്ചധികം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഉണക്കി വെച്ചാണ്. ഒരു 3 വർഷം മുമ്പ് ഉണക്കി വെച്ചാണ്. ഇപ്പോഴൊരു കേടില്ല. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം. എന്നാൽ പെട്ടെന്ന് അത് പൊതിർന്ന് നെല്ലിക്ക പൊതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചക്കുരുമുളക്, പുളി, കാന്താരി, കറിവേപ്പ്, ഉപ്പ്, ഇത്രയും സാധനമാണ് ഇതിലേക്ക് വേണ്ടത്. ഞാൻ അമ്മിയിൽ അരച്ചെടുത്തതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നെല്ലിക്കൊക്കെ ഇവിടെ പൊതിർന്നിട്ടുണ്ട്. ഈ പൊതിർന്ന നെല്ലിക്ക അതിൻ്റെ തൊലി എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഇതേപോലെ പെട്ടെന്ന് തൊലി വേറിട്ട് കിട്ടും. വെള്ളത്തിലിട്ടുകൊണ്ട് ചൂടുവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് അത് എടുക്കാം. നെല്ലിക്ക ഇല്ലാത്തവർ വൈദ്യശാലയിൽ പോയാൽ നെല്ലിക്ക കിട്ടും. ഇതെല്ലാം ഞാൻ അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കുന്നത്. ആദ്യം നെല്ലിക്കയാണ് അരച്ചെടുക്കുന്നത്. നെല്ലിക്ക നന്നായിട്ട് അരയണം. ഒരു 2-3 പ്രാവശ്യം അരച്ചെടുക്കണം. അപ്പോൾ നെല്ലിക്ക അരച്ചതിന് ശേഷം നമുക്ക് കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി. കുറേ സമയം അരക്കണ്ട. ഈ അമ്മിക്കല്ലിൽ അരച്ച് കഴിക്കണ കറിയും ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ആർക്കും അമ്മി ഇല്ല, അമ്മിത്തണ്ടില്ല, ഒക്കെ മിക്സിയാണ്. ഇവിടെ അങ്ങനെ തന്നെ ഞാനൊരു തട്ടിക്കൂട്ട് അമ്മിത്തണ്ട് ഉണ്ടാക്കിയതാണ്. അമ്മി വാങ്ങിയിരുന്നു, പക്ഷെ അത് തിണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു കല്ല് വെച്ചിട്ടൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത്. നെല്ലിക്ക ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചക്കുരുമുളകും കാന്താരി അരച്ചെടുക്കണം. അത് നന്നായിട്ട് അരയണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നെല്ലിക്ക അരഞ്ഞ അതുപോലെ അരയണ്ട. നെല്ലിക്ക അരഞ്ഞാൽ അതിന് നമുക്കൊരു കായം കിട്ടുള്ളൂ, കുറച്ച് അതിൻ്റെ പുളിയൊക്കെ കിട്ടുള്ളൂ. ഇനി വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇതേപോലെ ചതച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഞാനെല്ലാം ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നെല്ലിക്ക നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീനിലേക്ക് ഇതൊന്ന് കൂട്ടി വെക്കാം. ഇതെല്ലാം കൂടി ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് മീനിൽ തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇത് ഞാൻ ആ നെല്ലിക്ക വെള്ളത്തിലിട്ടതും അതുപോലെ പുളിയും പിഴിഞ്ഞ് ഒഴിച്ച ഒരു വെള്ളമാണ്. അത് ഈ ഒരു മസാലയിൽ കൂട്ടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാലകളൊക്കെ പിടിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തി കിട്ടിയിട്ട് കുറേ കാലമായിരുന്നു, 2-2.5 മാസമായിരുന്നു മത്തി വാങ്ങിയിട്ട്. മീനിൽ വിഷാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാറില്ലായിരുന്നു. പിന്നെ മത്തിക്ക് നല്ല വിലയുണ്ടായിരുന്നു, നല്ല മത്തിയല്ലായിരുന്നു. ഇപ്പോൾ നല്ല മത്തി വന്നപ്പോൾ വാങ്ങിയതാണ്. ഈ നെയ്യുള്ള മത്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ ഞാൻ മത്തിയൊക്കെ അതിൻ്റെ മസാലയൊക്കെ പുരട്ടി വെച്ചു. ഞാനൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്കൊരു വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വാഴൻ്റെ ഇലയ്ക്ക് ഈ മത്തി നമുക്ക് അടുക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ അടുക്കി വെച്ച് കൊടുക്കാം. എല്ലാ മത്തിയും ഇതേപോലെ ചെയ്തെടുക്കണം. ഈ വാഴൻ്റെ ഇല അടിയിൽ വെക്കണ കരിയാതെ ഇരിക്കാനാണ്. ചട്ടിയിലെ അടിയിൽ അധികം വെള്ളമൊന്നും ഒഴിക്കാത്തല്ലോ, അപ്പോൾ കരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുന്നത്. പിന്നെ വാഴൻ്റെ ഇല ആകുമ്പോൾ അതിൻ്റെ ആ വാഴൻ്റെ ഇലേൻ്റെ ഒരു ടേസ്റ്റും കൂടിയും വരും. അപ്പോൾ എല്ലാ മത്തിയും ഞാൻ അടുക്കി വെച്ചു. അപ്പോൾ ബാക്കിയുള്ള മസാലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പാത്രത്തിൻ്റെ അതൊക്കെ വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലും ഇതേപോലെ ഒരു വാഴൻ്റെ ഇല വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി
അല്പം കരിവേപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് കുറച്ചുള്ളായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി വാഴൻ്റെ ഇല മുകളിൽ വെച്ചിട്ട് മൂടി വെക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു പത്തിരി ചട്ടി ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. ഈ പത്തിരി ചട്ടിയായ അമർന്ന് ഇരിക്കും, ആവി പുറത്തൊന്നും പോവില്ല. ഞാനിത് പുറത്ത് വിറകടുപ്പിലാണ് വെക്കുന്നത്. വിറകടുപ്പിൽ വെച്ച് അതിൻ്റെ കണൽ ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ ഒക്കെ സുഖം വിറകടുപ്പിലാണ്. അപ്പോൾ ഞാൻ തീയൊക്കെ കത്തിച്ച് ചിരട്ട കത്തിച്ചിട്ടുണ്ട്. ഈ ചിരട്ട ഈ പത്തിരിച്ചട്ടിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അടിയിൽ ഓലക്കൊടിയും വെച്ചിട്ടാണ് ഞാൻ കത്തിച്ചത്. ഈ ചിരട്ട മുകളിൽ കണലിൻ്റെ ആവശ്യത്തിനാണ്. ഇപ്പോൾ കണലൊക്കെ ആയി. ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഈ കണലിൽ കിടക്കണം. അപ്പോൾ മീൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഇതിൻ്റെ അടുത്തേക്ക് സ്മെല്ല് കേട്ടാൽ നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ അടപ്പൊക്കെ എടുത്തിട്ടുണ്ട്. മുകളിലെ വാഴൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിൻ്റെ മത്തിയും തന്നെ എല്ലാം വെള്ളമൊക്കെ വറ്റി പൊരിച്ച മാതിരി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയാന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ അറിയുള്ളൂ. ഇതാ നമുക്ക് അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് മസാലകളൊക്കെ മീനിൽ പിടിച്ചിട്ട് എല്ലാം ഒരേപോലെ വെന്തിട്ടുണ്ട്. ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ മത്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നെല്ലിക്ക കിട്ടാനില്ല എന്ന് കരുതി ആരും ബേജാറാണ്ട. അത് പിന്നെ വൈദ്യശാലയിലൊക്കെ ഉണക്ക നെല്ലിക്ക ചോദിച്ചാൽ കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.